ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്ലീറ്റഡ് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് മറ്റൊരു തുണിയിൽ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ബോട്ടം പീസിൽ നിന്നും കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. കൂടാതെ ലൈനിങ് പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ലൈനിങ് പീസ് വെക്കുക. അതിന് മുകളിൽ ബോട്ടം തുണിയുടെ ചീത്ത വശം വെച്ചിട്ട് അതിന് മുകളിൽ വേണം ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ നെക്കിൻ്റെ അരികുവശത്ത് കൂടി നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 ഇഞ്ച് വിട്ട് ഈ നെക്ക് നമ്മൾ ഷേപ്പിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് ഓരോ നോച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഇനി ഇത് മറിച്ചിട്ട ശേഷം നമുക്കിതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം. എന്നിട്ടിതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഈ ലൈനിങ്ങും ഈ മെയിൻ തുണിയും കൂടെ ചേർത്ത് വെച്ച് അരികുവശം ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ, നെക്ക് പാർട്ടിൻ്റെ ചീത്ത വശവും മെയിൻ തുണിയുടെ ചീത്ത വശവും ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ടിതാ ഇതുപോലെ പിടിച്ചെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ കോർണർ ഭാഗത്തെത്തുമ്പം സൂചി അവിടെ കുത്തി നിർത്തിക്കൊണ്ട് ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കറക്റ്റായിട്ട് തിരിഞ്ഞു വരും. ഇനി ഇവിടെയാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വലിയ പ്ലീറ്റാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി തൊട്ട് ഈ മറു സൈഡും അതുപോലെ തിരിച്ച് പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടും. ഫ്രണ്ട് പാർട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ്. അത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ തുണിയുടെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. നോച്ചിട്ട് കൊടുത്ത ശേഷം അകത്തേക്ക് മറിച്ചിടുക. എന്നിട്ടത് പതിച്ചടിച്ച് കൊടുക്കണം. എന്നിട്ട് ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നെക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ശേഷം സ്ലീവ് ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്ലിറ്റ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലിറ്റ് വരുന്ന ഭാഗം വരെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് സ്ലിറ്റ് അടിച്ചു കൊടുക്കണം. സ്ലിറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അത് കയറി കാണുക. പ്ലീറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ പ്ലീറ്റഡ് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.